CBSE ക്ലാസ് 10 പോകുന്ന സ്റ്റുഡൻസിനും പാരൻസിനുള്ള വലിയ കൺഫ്യൂഷൻസിൽ ഒന്നാണ് ബേസിക് മാത്ത് എടുക്കണോ സ്റ്റാൻഡേർഡ് മാത്ത് എടുക്കണോ എന്നുള്ളത്. ഇവിടെ വന്ന സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒരു സ്റ്റുഡൻറ്റിന് ഡോക്ടർ ആവണം എന്നുണ്ടെങ്കിൽ, നീറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവർ ബേസിക് മാത്ത് എടുക്കുന്നതല്ലേ നല്ലത് എന്നുള്ളതാണ്. ആദ്യം ഇതെന്താണ് സംഭവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്ലാസ് 9th കഴിഞ്ഞ് ക്ലാസ് 10th പോകുമ്പോൾ 2 ലെവലായിട്ടാണ് മാത്സ് എക്സാം സജ്ജീകരിച്ചിട്ടുള്ളത്. എയ്തർ ബേസിക് മാത്ത് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മാത്ത് ചൂസ് ചെയ്യാം. രണ്ടിനുള്ള സിലബസ് സെയിം ആണ്, പക്ഷേ ക്വസ്റ്റ്യൻ്റെ ലെവലിൽ, അസസ്മെന്റ് ലെവലിൽ വ്യത്യാസം ഉണ്ടാവും. ബേസിക് മാത്ത് എന്നുള്ളത് കുറച്ചുകൂടി എളുപ്പമാണ്, സ്റ്റാൻഡേർഡ് മാത്ത് എന്നുള്ളത് കുറച്ചുകൂടി അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരും. ആരാണ് ബേസിക് മാത്ത് എടുക്കേണ്ടത്, ആരാണ് സ്റ്റാൻഡേർഡ് മാത്ത് എടുക്കേണ്ടത്? നിങ്ങളുടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻസിൽ മാത്തമാറ്റിക്സ് എന്നുള്ളൊരു കാര്യം വരുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് മാത്ത് എടുത്താൽ മതി. സ്വാഭാവികമായിട്ടും മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും, മാത്തമാറ്റിക്സ് ഒരു ഹയർ ലെവലിൽ പഠിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആളുകളുണ്ടാവും. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു കരിയർ ഓപ്ഷനിൽ പ്രത്യേകിച്ച് മാത്സുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഹയർ ലെവൽ അപ്ലിക്കേഷൻ മാത്തമാറ്റിക്സുമായി ബന്ധമില്ലാത്ത ആളുകളുണ്ടാവും. ഇത്തരം ആളുകൾക്കൊക്കെ ബേസിക് മാത്സ് ചൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ സ്റ്റാൻഡേർഡ് മാത്ത് ഒരു സയൻസ്, എഞ്ചിനീയറിംഗ് മേഖലകളിലോട്ട് പോകുന്നവരൊക്കെ സ്റ്റാൻഡേർഡ് മാത്ത് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം സ്റ്റാൻഡേർഡ് മാത്ത് ചൂസ് ചെയ്താൽ മാത്രമേ അവർക്ക് 11th 12th അവർക്ക് മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായി എടുത്ത് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഒരു ചോദ്യം, ഒരാൾ നീറ്റ് ആസ്പിരന്റ് ആണ്, ഡോക്ടർ ആവണം എന്നുള്ളതാണ് ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ അയാൾ സ്റ്റാൻഡേർഡ് മാത്ത് ചൂസ് ചെയ്യണോ ബേസിക് മാത്ത് ചൂസ് ചെയ്യണോ? കാരണം ഡോക്ടർ ആവണം എന്നുണ്ടെങ്കിൽ നീറ്റ് പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ. അവിടെ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായി വരുന്നില്ല. ഇനി MBBSന് പോയി കഴിഞ്ഞാലും ഹയർ അപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ ബേസിക് മാത്ത് എടുത്താൽ പോരെ എന്നുള്ളതാണ് പല ആളുകളുടെയും ചോദ്യം. ടെക്നിക്കലി അത് മതി. ഇനി ബേസിക് മാത്ത് എടുത്ത ആളുകൾക്കും സയൻസ് പ്രോഗ്രാംസ് എടുക്കും, മാത്സ് ഇല്ലാതെ സൈക്കോളജിയോ ഹോം സയൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റ് ആയിട്ട് അവർക്ക് സയൻസ് കോമ്പിനേഷൻ തന്നെ എടുത്ത് നീറ്റ് എഴുതാൻ സാധിക്കും. പക്ഷെ ഇത്തരം ആളുകൾ നീറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന് കാരണം എന്താണ്? കാരണം നീറ്റ് പരീക്ഷയിൽ ബയോളജിയുടെ കൂടെ ഫിസിക്സും കെമിസ്ട്രിയുമാണ് ഉള്ളത്. ഈ ഹയർ ലെവൽ ഫിസിക്സും കെമിസ്ട്രിയും ഒരാൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നല്ലൊരു മാത്തമാറ്റിക്കൽ എബിലിറ്റി വേണം. മാത്രമല്ല ഫിസിക്സിലെ ഒരു മാത്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കാൽക്കുലസ് പോലെയുള്ള മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് പോലെയുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പോലെയുള്ള സബ്ജക്ട്സ് ഒക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഹയർ ലെവലിൽ തന്നെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആളുകൾ ചെയ്യുന്ന ഒരു അബദ്ധമാണ്, എനിക്ക് നീറ്റിന് പോയാൽ മതി, അതുകൊണ്ട് ഞാൻ ബേസിക് മാത്ത് എടുക്കാം. ശരിയല്ല. അത് ടെക്നിക്കലി പോസിബിൾ ആണ്, പക്ഷേ അത് ആക്ച്വലി റിയൽ ലൈഫ് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഇവർക്കൊക്കെ നീറ്റ് എഴുതാൻ വലിയ പ്രയാസം വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും നിങ്ങൾക്ക് നീറ്റ് ആസ്പിരന്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക് മാത്ത് എടുക്കരുത്. നേരെ മറിച്ച് നിങ്ങൾ സ്റ്റാൻഡേർഡ് മാത്ത് ആണ് എടുക്കേണ്ടത്. ഇൻ ജനറൽ നിങ്ങൾ സയൻസ് മേഖലയിലോട്ടാണ് പോകുന്നതെങ്കിൽ, എവിടെ സയൻസ് മേഖലയിൽ എങ്ങോട്ട് ചെന്നാലും ജനറലി സയൻസിൽ അവിടെ മാത്സിന്റെ ഒരു അപ്ലിക്കേഷൻ വളരെ നിർബന്ധമായിട്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സയൻസ് മേഖലയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് മാത്ത് എടുക്കാം. എന്നാൽ നിങ്ങൾ ആർട്സ്, കൊമേഴ്സ് മേഖലയിലോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് മാത്ത് എടുത്താൽ മതി എന്നുള്ളതാണ് ഒരു തമ്പ് റൂൾ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട.